ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്ന പറഞ്ഞാൽ ഇത് കുറേ നാളുകൾക്ക് മുമ്പേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത് തന്നെ. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്, അതായത് ശ്രീനുവിൻ്റെ ചോറൂണാണ്. ഇപ്പോൾ അവന് 2 വയസ്സാവാറായിട്ടുണ്ട് ഗൈസ്. ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും അമ്മാമ്മയും എല്ലാവരും നമ്മൾ റൂമിൽ നിൽക്കുകയാണ്. മാമിനും ആൻറ്റിയും ഒക്കെ റൂമിൽ നിൽക്കുകയാണ്. അവരൊക്കെ റെഡിയായിട്ട് ഇറങ്ങുന്നുണ്ട്. നമ്മളിതാ ഇപ്പോൾ കുളിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരുങ്ങി റെഡിയായിട്ട് വരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ റെഡിയായി പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇവിടെയൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളിതാ പോവുകയാണ്. നമ്മളിതാ എത്താറായിട്ടുണ്ട്. നമ്മൾ നടന്നാണ് പോകുന്നത്. അപ്പോൾ ഇരുട്ടാണ്. 6:05 ആയിട്ടേ ഉള്ളൂ. അപ്പം അത്ര വെളിച്ചം വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫേസ് മര്യാദയ്ക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാ നമ്മൾ പോവുകയാണ്. ബാക്കിൽ അവരൊക്കെ ഉണ്ട് ഗൈസ്. നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കോവിലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിലേതാണ് ഫ്രണ്ട് എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടെ, എല്ലാ സൈഡും ഒരേപോലെ ഇരിക്കുന്നു. നമ്മളിതാ തൊഴുതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം അനിയത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തൊഴുത് നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. അത്ര ഇറങ്ങിയിട്ടില്ല, ഇവിടെയൊക്കെ നിൽക്കുകയാണ്. നമ്മൾ പായസം അരവണയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് നടയാണോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേസ്. ഇത്രയും നേരത്തെ ക്ഷീണം കൊണ്ടാണെന്ന് തോന്നുന്നു. ശ്രീന് ഭയങ്കര ഉറക്കമായിട്ടുണ്ട് കേട്ടോ. ഇനി എപ്പോൾ എണീക്കുമോ എന്തോ. അങ്ങനെ ഗൈസ്, നമ്മൾ ഗുരുവായൂരൊക്കെ പോയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കടയിൽ കയറി നമ്മൾ ഇച്ചിരി നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ഭയങ്കര ദാഹമായിരുന്നു. പിന്നെ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറിയതിന് ശേഷം മമ്മിയൂർ ക്ഷേത്രത്തിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇനി നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് നമ്മളിവിടെ ശിക്ഷക് സദനിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. അതായത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ, നമ്മളെല്ലാവരും സ്റ്റേ ചെയ്യുന്നത്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രെയിനിലാണ് കേട്ടോ. ആദ്യം ബസ്സിൽ നമ്മൾ തൃശ്ശൂർ ചെന്നിറങ്ങും. ഇപ്പോൾ നമ്മൾ ഗുരുവായൂരാണല്ലോ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ തൃശ്ശൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ട്രെയിൻ 4 മണിക്കാണ്. അപ്പം അവിടെ നിന്ന് നമ്മൾ അങ്ങനെ പോകും. അപ്പോൾ ആദ്യം ബസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ പോകുന്നത്. അപ്പം നമുക്കിനി ബസ്സിൽ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ബസ്സിൽ കയറി പോകും. നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം 1:11. അപ്പം നമ്മളിതാ ഇവിടെ ഓട്ടോയ്ക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഇവിടത്തേക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ട് പോവുകയാണ് ഗൈസ്. നമ്മളിതാ ഇവിടെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മളൊരു ബസ്സിൽ കയറി തൃശ്ശൂർ ഇറങ്ങും കേട്ടോ. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ കഴിച്ചിട്ട് വേറൊരു ബസ്സിൽ കയറി നമ്മളങ്ങനെ വീട്ടിൽ പോകും. അപ്പോൾ നമ്മളൊരു ബസ് കയറി പോവുകയാണ്. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ ഗൈസ്, ബസ് ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. 1:15 ബസ് എടുക്കത്തുള്ളൂ. ഇവിടെ ഒരാൾ ക്ഷീണിച്ച് വലങ്ങിയിരിക്കുകയാണ്. ഞാൻ ഗൈസ് ഫ്രണ്ടിലത്തെ 2 പല്ലൊക്കെ പോയി. അങ്ങനെ ഗൈസ്, നമ്മളിതാ ബസ് ഇറങ്ങി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ നിൽക്കുന്നത്. ഉടൻ തന്നെ കയറും. അപ്പോൾ ഗൈസ്, നമ്മളിതാ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. പിന്നെ മുടിയൊക്കെ വയൽ പിടിച്ച് കെട്ടി, പിന്നെ കവചകുണ്ടലൊക്കെ ഊരി വെച്ചു. എന്നിട്ട് നമ്മളിതാ ട്രെയിനിൽ പോവുകയാണ്. ഭയങ്കര വെയിലാണ് ഗൈസ്, ഒടുക്കത്ത വെയിലാണ് ഗൈസ്. ഗൈസ്, നമ്മളിതാ ഇതിൻ്റെ മണ്ട കയറി ഇരുന്നിട്ടുണ്ട്. ഇപ്പം രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം താഴെ ഇരിക്കുകയാണ്. അങ്ങനെ രാത്രി ആയതുകൊണ്ടാണ് ഞാൻ കണ്ണാടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും അനിയത്തിൻ്റെതായി തട്ടിൻ്റെ മണ്ടയിൽ കയറി ഇരിക്കുന്നുണ്ട്. നല്ല പേടിയൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഒരു പേടിയുണ്ട്. ഇവിടെ ഇരിക്കാൻ ഒട്ടും സ്ഥലമില്ല ഗൈസ്. ബട്ട് ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ അയ്യോ നല്ല ഭംഗിയാണ് ഗൈസ്. ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ നല്ല പേടിയാവുന്നുണ്ട്. കാരണം ജസ്റ്റ് ഒന്ന് തെന്നിയാൽ മതി ഇതിൻ്റെ മണ്ടിയിൽ നിന്ന് തലയും കുത്തി വന്ന് വീഴാൻ.
നമ്മളെ അനിയൻ വാവയും ബാക്കിയുള്ള എല്ലാവരും താഴെയാണ്. നമുക്ക് അങ്ങോട്ട് പോകണമെന്നൊക്കെ ഉണ്ട്, ബട്ട് സീറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു അഡ്വഞ്ചർ ആവട്ടെ എന്ന് കരുതിയാണ് നമ്മൾ മുകളിൽ കയറി വന്നത്. എന്തെങ്കിലും പറഞ്ഞു ആദ്യം എൻ്റെ മണ്ടേ കയറിയത് ആഗ്രഹത്തിന് വേണ്ടിയാണ് ആദ്യം ഇവിടെ ഈ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് ആദ്യം കിടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ കണ്ടു ഗൈസ്, അവിടെ കിടക്കാൻ പറഞ്ഞു. അപ്പം അവിടെ കിടന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾ എണീറ്റ് വന്നു. നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലവും അപ്പുറത്ത് അവിടെ കണ്ടില്ലേ, അവിടെ നിറച്ച് ബാഗൊക്കെ വെച്ചേക്കാണ്. അപ്പം നമുക്ക് കിടക്കാനുള്ള സ്ഥലമില്ല മുകളിൽ. അപ്പം നമ്മൾ അവിടെയായിരുന്നു അവിടെയാണ് കിടന്നിരുന്നത്. ഇപ്പം നമ്മൾ എൻ്റെ ഒരു ആഗ്രഹം, കാരണം ഈ കുറേ നേരം തന്നെ ഇവിടെ ഇരുന്ന് പിടിച്ച് അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അവിടെ ചെന്നിരുന്നു. അവിടെ അച്ഛൻ്റെ കൂടെ അവിടെ ചെന്നിരുന്നപ്പോഴും ബോറടി ഇവിടെ വന്നപ്പോൾ ചേച്ചിക്ക് ബോറില്ല, എനിക്കും ബോറില്ല. കാരണം താര എന്ന് നല്ല ഭംഗിക്ക് പാരൻസിനെയൊക്കെ കാണാൻ അതൊരു നല്ല ഭംഗിയാണ്. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് എൻജോയ് ചെയ്യുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മളിതാ ഇവിടെ വെച്ച് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. ഇപ്പോൾ ചെങ്ങന്നൂർ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഉടൻ തന്നെ വീട്ടിലെത്തുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ, സീ യു.